തെരുവ് നായ ശല്യം നാട്ടിൽ വർദ്ധിക്കുമ്പോൾ മൃഗസ്നേഹികളുടെ വാദം മാത്രം കേട്ടുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. അടുത്ത കാലത്തായി പൊതുജനങ്ങളുടെ മനോഭാവത്തിൽ വന്ന മാറ്റത്തോടൊപ്പം ഭക്ഷ്യാവശിഷ്ടങ്ങളുടെ അധികരിച്ച ലഭ്യതയും നിയന്ത്രണ മാർഗങ്ങളുടെ അപര്യാപ്തതയും തെരുവ് നായ പ്രശ്നം രൂക്ഷമാക്കിയതിന് അടിസ്ഥാന കാരണങ്ങളാണ്. മൃഗസ്നേഹം നല്ലതാണ്, എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ജനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല അല്ലേ? അതാണ് മൃഗസ്നേഹികൾക്കെതിരെ പരിഹാസവുമായി സുപ്രീം കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമാകുന്നത്. തെരുവ് നായ്ക്കൾ കടിക്കാതിരിക്കാൻ ഇനി അവയ്ക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് പോംവഴി എന്നാണ് കോടതിയുടെ പരിഹാസം. നായ്ക്കളുടെ മൂടിനി എങ്ങനെ തിരിച്ചറിയുമെന്നും കോടതി ചോദിക്കുന്നുണ്ട്. തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് സ്വമേധയെടുത്ത കേസിലാണ് ഈ നിർണായകമായ വാദം. നിലവിൽ തെരുവ് നായ്ക്കളോട് ജനങ്ങൾ വളരെ ക്രൂരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അതിനാൽ കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനോട് ശക്തമായ ഭാഷയിലാണ് ജസ്റ്റിസ് മേത്ത പ്രതികരിച്ചത്. അടുത്ത വാദത്തിനിടെ കോടതി ഒരു വീഡിയോ പ്രദർശിപ്പിക്കുമെന്നും അത് കണ്ടതിന് ശേഷം മനുഷ്യത്വം എന്നാൽ എന്താണെന്ന് ചോദിക്കുമെന്നും അദ്ദേഹം പറയുകയായിരുന്നു. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ചാൽ അവയുടെ ആക്രമണം കുറയുമെന്ന് NGOകൾക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചപ്പോൾ വന്ധ്യീകരണം കഴിഞ്ഞാൽ നായ്ക്കൾ കടിക്കില്ലെന്ന് ഉറപ്പില്ലെന്നും ഇനി അവയ്ക്ക് കൗൺസിലിംഗ് കൂടി നൽകുക മാത്രമാണ് ബാക്കിയെന്നും ജസ്റ്റിസ് സന്ദീപ് മേത്ത പറയുകയായിരുന്നു. നിലവിൽ തെരുവ് നായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് കോടതി ശ്രമിക്കുന്നതെന്നും പറഞ്ഞു. തെരുവ് നായ്ക്കളുടെ പെരുമാറ്റം മുൻകൂട്ടി വായിച്ചെടുക്കാൻ പറ്റാത്തതിനാൽ സ്കൂളുകൾ, ആശുപത്രികൾ, കോടതികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവയെ നീക്കം ചെയ്യുന്നത് എന്തിനാണ് എതിർക്കുന്നതെന്നും കോടതി ചോദിച്ചു. വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാത്ത സംസ്ഥാനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകുവാൻ മറന്നില്ല. റോഡുകളിലും തെരുവുകളിലും തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലെ വെല്ലുവിളിയും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പെരുമാറ്റം നോക്കി അപകടകാരികളായ നായ്ക്കളെ തിരിച്ചറിയുക അസാധ്യമാണെന്നും കോടതി പറഞ്ഞു. കടിക്കുന്നത് മാത്രമല്ല പ്രശ്നമെന്നും നായ്ക്കൾ കാരണമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. തെരുവ് നായ ആക്രമണം വലിയ തോതിൽ വർദ്ധിച്ചതിനെ തുടർന്ന് 2025 നവംബറിൽ കൃത്യമായ വന്ധ്യീകരണത്തിനും വാക്സിനേഷനും ശേഷം തെരുവ് നായ്ക്കളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 20 ദിവസത്തിനിടെ 2 ഹൈക്കോടതി ജഡ്ജിമാർ തെരുവ് നായ ആക്രമണത്തിനിരയായി എന്നും കോടതി പറഞ്ഞു വെച്ചു.